എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അഭി പറയുവാണ് നവ്യോട്, അഭിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല, അല്ലാതെ സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നിനക്കാണോ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ലാത്തത്? നമ്മുടെ വിവാഹത്തിന് മുമ്പ് നിൻ്റെ സ്നേഹപ്രകടനം എന്നതായിരുന്നു? അത് കണ്ടിട്ടാണല്ലോ നിൻ്റെ ചേട്ടനെ തഴഞ്ഞിട്ട് ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. എന്നിട്ട് നിനക്ക് ഇപ്പോൾ ഒന്നും അറിയത്തില്ല അല്ലേ? അന്ന് ഡയമണ്ട് നെക്ലേസ് അത് ഇത് എന്ന് പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു. അതിനുശേഷം ഒരു വെള്ളി മോതിരമെങ്കിലും നീ മേടിച്ച് തന്നിട്ടുണ്ടോടാ എന്ന് ചോദിക്കും. അന്നേരം അഭി പറയുന്നുണ്ട്, അന്ന് എനിക്ക് അതിനുള്ള വരുമാനം ഉണ്ടായിരുന്നു, 3 ബ്രാഞ്ച് നോക്കിക്കൊണ്ടിരുന്നത് ഞാനാണ് എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അങ്ങനെ 3 ബ്രാഞ്ച് നോക്കിക്കൊണ്ടിരുന്ന നീ അഴിമതി കാണിച്ചുകൊണ്ടാണല്ലോ അവിടുന്ന് തരം താത്തിയത്. നീ അവിടുന്ന് പോകുന്നില്ലായിരുന്നുവെങ്കിൽ അത് ശരിക്കും അടച്ചു പൂട്ടേണ്ടി വന്നേനെ എന്ന് പറയുക. അന്നേരം ദേഷ്യം വരുന്നുണ്ട് അഭിക്ക്. എൻ്റെ പൊന്നു നവ്യ, നീ ഒന്ന് മിണ്ടാതിരിക്കും, നിന്നോടൊന്ന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴും സ്നേഹത്തോടെ ഒന്നും സംസാരിക്കാത്തതിന് സങ്കടമുണ്ട് നവ്യക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ്. ജലജ നേരത്തെ കിടക്കാൻ വേണ്ടി ജഗ്ഗിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുക. അന്നേരം ദേവേനെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ നേരത്തെ കിടക്കുന്ന ഉറങ്ങാൻ പോവാണോ എന്ന് ചോദിക്കും. അന്നേരം പിന്നില്ലാണ്ട് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് എന്ന് പറയും. അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട്, നിന്റെ റൂമിൽ AC നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ നീ ചൂടിൻ്റെ കാര്യം പറയുന്നത് എന്ന് ചോദിക്കുമ്പം ജലജ പറയും, എൻ്റെ ഏട്ടത്തി ശരീരത്തിൻ്റെ ചൂടിൻ്റെ കാര്യം മാത്രമല്ല, മനസ്സ് കിടന്ന് പൊള്ളുക, ആ കാര്യമാണ് പറയുന്നത് എന്ന് പറയും. അന്നേരം ദേവേനെ ചോദിക്കും, ഇതിന് മാത്രം പൊള്ളാൻ എന്താ നിൻ്റെ മനസ്സിലുള്ളത്? പിന്നെ എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ നിൻ്റെ മരുമകളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അവരവിടുന്ന് വരുന്നത് പലഹാരങ്ങളുമായിട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളും ഇവിടെ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കണം, നമ്മളും അവർക്ക് തിരിച്ച് പലഹാരങ്ങൾ കൊടുത്തു വിടണം. ഇതൊന്നും നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചടങ്ങുകളുണ്ടെങ്കിലും നമ്മളിവിടെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഏട്ടത്തി? അത് നമുക്ക് ബേക്കറിയിൽ നിന്ന് മേടിക്കാമെന്ന് പറയും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പം ബേക്കറിയിൽ നിന്ന് മേടിക്കേണ്ട കാര്യം, ഞാനും ഇവിടുത്തെ ഒരു മരുമകളായിരുന്നു, എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കിയത് ആ പാവം അമ്മയാണ്. അതുകൊണ്ട് തന്നെ നമുക്കും പലഹാരം ഉണ്ടാക്കണം, അതുകൊണ്ട് നീ എൻ്റെ കൂടെ കൂടിയേ പറ്റുള്ളൂ, അടുക്കളയിലേക്ക് വരാൻ പറയുവാണ്. അന്നേരം ജലജ പറയുന്നുണ്ട്, എൻ്റെ പൊന്നേട്ടത്തി എനിക്ക് വയ്യ, ശരീരത്തിന് ക്ഷീണമുണ്ട്, അത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ദേവേനി പറയുന്നുണ്ട്, നിന്നേക്കാൾ നല്ല ക്ഷീണമുണ്ട് എനിക്ക്, എൻ്റെ കാര്യം നിനക്കറിയാലോ, ഒരു സർജറി കഴിഞ്ഞ് ഞാനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്നത്. അന്നേരം നിനക്ക് കൂടെ കൂടിയെന്ന് കരുതി ഒരു പ്രശ്നമില്ല, മര്യാദയ്ക്ക് അടുക്കളയിലേക്ക് വരാൻ നോക്ക്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞ് ഒന്ന് പേടിപ്പിച്ചിട്ട് അങ്ങ് പോവാണ് ദേവയാനി. വേറെ നിവൃത്തിയില്ലാണ്ട് ദേഷ്യവും സങ്കടവും എല്ലാം ഒതുക്കി പിടിച്ച് ജലജയും ചെല്ലുക, വേറെ മാർഗ്ഗമില്ലല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയും ഗോവിന്ദനെയാണ്. രണ്ടുപേരുടെ പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം കനക പറയുന്നുണ്ട്, നാളെ ഫംഗ്ഷന് വേണ്ടി ആ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ മൊത്തം നയന മോളിലും ആദർശിൻ്റെ അമ്മയിലുമായിരിക്കും. കാരണം രണ്ടുപേരും കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണമെന്ന് കനക പറയും. അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ഒരിക്കലും അഭിനയിക്കാറോ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും മറച്ചു വെക്കാറോ ഒന്നുമില്ലാത്ത നമ്മുടെ നമ്മുടെ മോളെന്തിനാ ഇതെല്ലാം മറച്ചു വെക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് ഗോവിന്ദൻ പറയും. അന്നേരം കനക പറയുന്നുണ്ട്, അതെന്തിനാന്ന് അറിയണമല്ലോ, അതിനു വേണ്ടിയല്ലേ ഇത് പൊളിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് എന്ന് കനകയും പറയും. അന്നേരം ഗോവിന്ദനൊരു സംശയം, ആദർശിന് ഇതെല്ലാം അറിയാമോ എന്ന്. അന്നേരം കനക പറയും, ആദർശ് മോൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടെ അമ്പലത്തിൽ ആദർശ് മോനും കണ്ടേനെ, ഇത് ഇവർക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് എന്ന് പറയുവാണ്. അന്നേരം ഗോവിന്ദന് ടെൻഷനാട്ടോ. ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ പുറകിൽ ഇനി വേറെ എന്തെങ്കിലും കളി കാണുമോ കനക എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും ഇല്ല ഗോവിന്ദേട്ടാ, രണ്ടുപേരും നല്ല രീതിയിൽ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അനന്തപുരിയിൽ പലഹാരം ഉണ്ടാക്കുന്നതാണ്. അവിടെ ദേവയാനി പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അന്നേരം മറ്റു 2 പാഷാണങ്ങളും അവിടെയുണ്ട്, ജലജയും ജാനകിയും. അപ്പം നയന ഇങ്ങനെ നോക്കി കുറേ നേരം നിന്ന് കഴിയുമ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ നോക്കി നിൽക്കുന്നത്, നിനക്ക് അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ മേലെ എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുവാണ്, ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മൊത്തം തിന്നു തീർക്കാൻ വേണ്ടി അവളിവിടെ നിൽക്കുന്നത്, അവൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അയ്യോ, ഈ പണി മൊത്തം ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് യാതൊരു മടിയുമില്ല, ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞാണല്ലോ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ എന്ന് നയന ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, അടുക്കളയുടെ ചുമതല ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. പിന്നെ അനന്തപുരിയിൽ അടുക്കളപ്പണിക്ക് പോലും ആരുമില്ല എന്ന് ചിലപ്പോൾ ആൾക്കാർ പറയായിരിക്കും, അതിലൊന്നും കാര്യമില്ല. കാരണം ഈ വീട്ടിൽ 4-5 പെണ്ണുങ്ങളുള്ളതാണ്, അവർക്ക് ഈ അടുക്കളയിൽ കയറി ജോലി എടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഈ വീട്ടിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനാണ് ആണുങ്ങൾക്ക് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുവാണ്.
അന്തേക്കും അങ്ങോട്ട് നവ്യം വരും കേട്ടോ. അന്നേരം നയന പറയും ദേ 7ാം മാസക്കാരി വന്നല്ലോ എന്ന് പറയുമ്പം ദേവയാനി നവ്യോട് പറയുവാണ് നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയും. നവ്യ ഇത് എടുത്ത് കഴിച്ചിട്ട് പറയുന്നുണ്ട് ഏതായാലും വല്യമ്മ എല്ലാത്തിനും മുന്നിട്ട് ഇറങ്ങിയത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, പിന്നെ മടി പിടിച്ചിരുന്ന എൻ്റെ അമ്മായിയമ്മയെ അടുക്കളയിൽ കയറ്റിയല്ലോ അതിനും ഒരു താങ്ക്സ് ഉണ്ട് എന്ന് പറയുവാണ്. അന്നേരം ജലജയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ജലജ പറയുന്നുണ്ട് നിന്നെപ്പോലെ ഒരുത്തിക്ക് ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് കൂടുതലൊന്നും ചെയ്യാത്തത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് രണ്ടെണ്ണത്തിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണല്ലോ 7ാം മാസമായിട്ട് കൂടി എനിക്കൊരു ഗിഫ്റ്റ് പോലും ഒന്നും നിങ്ങൾ ആരും മേടിച്ച് തരാത്തിരുന്നത്, എനിക്കൊരു സാരി മേടിച്ച് തന്ന പോലും എൻ്റെ അനിയത്തിയാണ് എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട് എനിക്കും എൻ്റെ മോനുമൊക്കെ ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, നിനക്ക് പറ്റുമെങ്കിൽ പ്രസവം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി, വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. അന്നേരം അതിൻ്റെ ഇടയ്ക്കോടെ നമ്മുടെ ജാനകി പറയുവാണ് എനിക്കും ഒരു മരുമോളുണ്ട്, അവളുടെ വീട്ടിൽ പോയേക്കുക, നാളത്തെ ഫംഗ്ഷന് വരുമെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയും അവൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലതെന്ന്. അന്നേക്കും ജാനകി അതെന്താണ് നീ അങ്ങനെ പറഞ്ഞ്, നിങ്ങൾ രണ്ടുപേരും പോലെയല്ല എൻ്റെ മരുമോൾ ഇങ്ങോട്ട് കയറി വന്നത് എന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട് അയ്യോ അവളുടെ കാര്യം കൂടുതലങ്ങ് പറയാതിരിക്കുന്നതാണ് നല്ലത്, അവളുടെ കയ്യിലിരിപ്പ് മൊത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബകലഹം ഉണ്ടാകും, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് പറയും. അന്നേരം അവൾ എന്നതാണ് ഇനി മാത്രം ചെയ്തത് എന്ന് ജാനകി ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നും പറയണ്ട എന്ന് നയന കണ്ണും കാണിക്കും. അന്നേക്കും പെട്ടെന്ന് ജലജ കയറി ഇടപെടും. ജലജ പറയുന്നുണ്ട് അതെ നിങ്ങളെ രണ്ടുപേരും പോലെ അല്ല അനാമിക മോൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അവളെ കുറ്റം പറയാനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കില്ല എന്ന് പറയുവാണ്. അന്നേരം നയന പറയും അതെ നീ സമ്മതിച്ചു എന്ന് ഞങ്ങളും പറഞ്ഞല്ലോ എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട് അത് അങ്ങനൊരു വിചാരം നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ നല്ല രീതിയിൽ എന്നെ അങ്ങ് അവോയ്ഡ് ചെയ്യുന്നത്. എൻ്റെ 7ാം മാസമായിട്ട് ഒരു സാരി പോലും നിങ്ങൾ രണ്ടുപേരും നിങ്ങളോ മോനോ ആരെയെങ്കിലും എനിക്ക് എടുത്തു തന്നായിരുന്നോ? ഇല്ലല്ലോ, അതും എടുത്തു തരാൻ എൻ്റെ അനിയത്തി തന്നെ എനിക്ക് വേണ്ടി വന്നു എന്ന് പറയുവാണ്. അന്നേരം ജലജ പറയും ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇനി നിനക്ക് ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രസവത്തിന് പോയ ശേഷം നീ ഇങ്ങോട്ട് തിരിച്ചു വരണമെന്നില്ല എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ പ്രസവം കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, ഞാൻ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് നടക്കത്തില്ല, ഞാൻ പ്രസവിക്കാൻ പോകുന്നത് അനന്തപുരിയിലെ കൊച്ചിനെ തന്നെയാണ്, അതുകൊണ്ട് ആ കുട്ടി ഈ കുടുംബത്തിൽ തന്നെ വളരും, നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ വളരും, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ഇവരുടെ വഴക്ക് കൂടി വരുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട് അതെ ഈ അടുക്കളയിൽ കിടന്ന് ഇനി വഴക്കുണ്ടാക്കണ്ട, നിങ്ങൾ രണ്ടുപേരും ഈ റൂം അടുക്കളയിൽ നിന്ന് അങ്ങ് പൊയ്ക്കേ എന്ന് പറയും. എന്നിട്ട് നയനോട് പോകാൻ കണ്ണുകൊണ്ട് കാണിക്കും, പൊയ്ക്കോളാം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അങ്ങ് പോവാണ്. അന്നേരം ദേഷ്യം വന്ന് നിൽക്കുക കേട്ടോ ജലജ. പിന്നെ കാണിക്കുന്നത് അനാമികയുടെ വീടാണ്. രേവതിയും വേണുവും കൂടി ഇരുന്ന് സംസാരിക്കുക, കാരണം ജാനകി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് 7ാം മാസത്തെ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ഇവരോട് ചെല്ലണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട് അത് അവരുടെ അഭിമാന പ്രശ്നമാണ്, ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പം അവിടെ അവരുടെ മരുമോളും കുടുംബമൊക്കെ ഉണ്ടാകണമെന്നത് അവരുടെ അഭിമാന പ്രശ്നമാണ്, പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് പോയപ്പോഴൊക്കെ നമ്മളുടെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ, എങ്ങനെ പോകാനാണ് എന്ന് ചോദിക്കുവാണ്. അന്നേക്കും അങ്ങോട്ട് അനാമികയും വരും. എന്നിട്ട് അനാമികയോട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം പറയുവാണ് ആ ചിക്കൻ പോക്സ് പിടിച്ച് കിടക്കുന്ന നമ്മൾ വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ടാണ് പോകുന്ന കാര്യം ഞാൻ തീരുമാനിക്കുന്നുള്ളൂ എന്ന് പറയും. എന്നിട്ട് അനാമിക പറയുവാണ് അവൾ ഈ ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുമ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം അനിയുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്, അനി പറഞ്ഞിട്ട് തന്നെയാണ് അവൾ വന്നത് എന്ന്, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഏതായാലും അവളെ ആ വീട്ടിൽ കയറി ഞാൻ സമ്മതിക്കത്തില്ല എന്ന് അനാമിക പറയുന്നുണ്ട്. അന്നേരം വേണു പറയുന്നുണ്ട് ഏതായാലും ഒരുത്തേനെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോകും, പിന്നെ നയനെ അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് വന്നും പോയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്, അന്നേരം ഞങ്ങൾക്ക് അവിടെ വന്ന് നിൻ്റെ കൂടെ നിൽക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും, ആ സമയത്ത് വന്ന് നിൽക്കാം, അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ശരിയാകുകയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് വേണു. അത് അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അനാമിക അങ്ങോട്ട് എഴുന്നേറ്റ് പോകും. അന്നേരം വേണു രേവതിയോട് പറയുവാണ് അവൾക്ക് അനിയുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, പക്ഷെ അനിയും നന്ദും കൂട്ടുകൂടുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അത് അവൾ നേരത്തോട്ട് പറയാറുള്ളതാണല്ലോ എന്ന് രേവതിയും പറയുന്നുണ്ട്. പിന്നീട് കനകയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരുടെ പലഹാരം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കനക പറയുന്നുണ്ട് ഏതായാലും നവ്യ മോളെ കൂട്ടിക്കൊണ്ട് വരുന്ന കൂട്ടത്തിൽ നയന മോളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും, കുറച്ച് ദിവസം അവൾ ഇവിടെ നിർത്താൻ പോവാണ് എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദർശമോൾ സമ്മതിക്കുമോ എന്ന് ചോദിക്കും. അന്നേരം ഒരു 2 ദിവസമല്ല ഒരാഴ്ച ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞാലും ആദർശമോൾ സമ്മതിക്കും, പക്ഷെ അത് സമ്മതിക്കാത്ത വേറൊരാൾ അവിടെ ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്, ഇതിനു മുമ്പ് മോൾക്ക് തലവേദന വന്നപ്പം ഞാൻ അവിടെ ചെന്നായിരുന്നു, മോളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പം അതിൻ്റെ ആവശ്യമില്ല, വിടത്തില്ല, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആദർശമോന് വിഷമാകും എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞത് ദേവയാനിയാണ്. അത് ആദർശമോന് വേണ്ടിയല്ലായിരുന്നു, അമ്മായിമ്മയ്ക്ക് മരുമോളെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തത് കൊണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്ന് കനക പറയുമ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അത്രയൊക്കെ സ്നേഹമായി കാണുമോ രണ്ടുപേരും
രണ്ടുപേരൂടെ, അത് എപ്പോഴാ പോലും ഈ ആദർശമോൻ പോലും അറിയാതെ ഇവരെങ്ങനെ ഒന്നിച്ചു എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ ചോദിക്കുമ്പം കനക പറയുവാണ്, അതിന് കാരണം ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ മോള് ദേവയാനിയെ സഹായിച്ച കാര്യം ദേവയാനിക്ക് മനസ്സിലായി കാണും. അവൾ സ്നേഹത്തോടൊപ്പം കരളുകൂടിയാണ് പകുത്തു കൊടുത്തത്. അത് തട്ടിക്കളയാൻ ദേവയാനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ദേവയാനി മരുമകളെ സ്നേഹിച്ചു തുടങ്ങിയത് എന്ന് കനക പറയുമ്പം വീണ്ടും ഗോവിന്ദനൊരു ടെൻഷനാണ്. ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കല്ലുകടി ഉണ്ടോ കനകെ? അതുകൊണ്ടാണോ ആദർശമോനോട് അവർ ഇതെല്ലാം മറച്ചു വെക്കുന്നത് എന്ന് ചോദിക്കുമ്പം, അങ്ങനെ ഒരു കല്ലുകടി ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി കിട്ടണം. അതിനു വേണ്ടിയാണ് നമ്മൾ നയനമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്. നമ്മുടെ മോൾ അത് തുറന്ന് പറയണം. അത് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് കനക പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. എനിക്ക് ആകെ വിഷമമാട്ടോ. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നന്ദുവിൻ്റെ ഒരു മെസ്സേജ് വരുന്നത്. നന്ദുവിനെ ഫോൺ വിളിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നല്ലോ. നന്ദു ചിക്കൻ ബോക്സ് ആയിട്ട് കിടക്കുന്ന ഒരു ചെറിയ ഫോട്ടോയാണ് അയച്ചു കൊടുത്തേക്കുന്നത്. അന്നേരം എനിക്ക് ഭയങ്കര സന്തോഷമാവും. അനി അങ്ങോട്ട് വിളിക്കേണ്ടെന്ന് മനസ്സിൽ തീരുമാനിക്കുക. കാരണം എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ ടെൻഷൻ അറിഞ്ഞാണ് അവളൊരു ഫോട്ടോ അയച്ചു തന്നത്. അപ്പോൾ പിന്നെ ഇനി വിളിച്ച് ശല്യം ചെയ്യേണ്ട എന്ന് മനസ്സിലോർക്കും. അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അനിയുടെ. പിന്നെ നമ്മുടെ അബിയെ കാണിക്കുന്നു. അബി ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് അനഘയുടെ കാര്യം ഓർത്ത്. അന്നേരം നബി അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ നബി ചോദിക്കുന്നുണ്ട്, നീ എന്താലോചിച്ചുകൊണ്ട് കിടക്കുക? നാളെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആരുടെയൊക്കെ പുറകെ പോകണം എന്നാണോ നീ ചിന്തിക്കുന്നത് എന്ന്. അന്നേരം അബി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ നവിയെ ഇങ്ങനെ എപ്പോഴും എന്നോട് വഴക്കിന് വരുന്നതെന്ന് ചോദിക്കുമ്പം നവി പറയുവാണ്, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? 7 മാസമായി എനിക്ക് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചെങ്കിലും നിനക്കൊന്ന് ചിന്തിക്കാൻ മേലെ? എന്നെങ്കിലും നീ ഒരു സ്നേഹം എന്നോട് കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം അബി പറയുവാണ്, നീ എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എനിക്കതൊന്നും ഫീൽ ചെയ്യാത്തത്. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാകുമോ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നിൻ്റെ സങ്കടത്തിൻ്റെ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും നീ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് പറയുമ്പം അബി പറയുക, എൻ്റെ പൊന്ന് നവ്യ, നീ ഒന്ന് കയറി കിടന്ന് ഉറങ്ങുക, വെറുതെ വഴക്കിന് വരാതെ എന്ന് പറയും. നവ്യ കിടക്കാനായിട്ട് പോവുകയാണ്. അന്നേരം അബി മനസ്സിലോർക്കുവാണ്, ഇനിയിപ്പം എൻ്റെ നയങ്ങൾ ഞാൻ മാറ്റിയേ പറ്റുള്ളൂ. കാരണം വേറൊരു എന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നവ്യയുടെ അടുത്ത് ഇത്തിരി സോഫ്റ്റ് ആയേക്കാം എന്ന് തീരുമാനിക്കുവാണ് അബി. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന അബിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.